ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറണം, അതേപോലെ ബ്രേക്ക് ചെക്കപ്പ്, ജനറലായിട്ട് സർവീസ്, വാട്ടർ സർവീസ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക്. നമുക്കിപ്പോൾ നിലവിൽ 71,959 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടിയുടെ. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനർ കിടക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ ചെറിയൊരു ലൂസ് ഉണ്ട്, അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടാൽ മതി. ചെറിയ ലൂസല്ല, നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് കേട്ടോ. ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ചെയിൻ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ എന്തായാലും നമുക്കൊരു 1000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ചെയിൻ ലൂസായിട്ടുണ്ടാവും. അപ്പോൾ അത് ടൈറ്റ് ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഓയിൽ കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചെയിൻ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഫുള്ള് ഡ്രൈ ആയി പോയേക്കണം. ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ചെയിൻ പെട്ടെന്ന് പോകും. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ ബാക്ക് ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. ലൈനർ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ചവിടുന്ന സമയത്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഓക്കെ ആയിക്കോളും കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. പൊടി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പീഡോമീറ്ററിൻ്റെ ക്രൗണ് പിൻ സെറ്റ് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. സ്പീഡോമീറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ കുഴപ്പമില്ല, വർക്ക് ചെയ്തോളും. പക്ഷേ വലിയ താമസിച്ചാണ്ട് പൊട്ടിയേക്കാം. ക്രൗണ് പിന്നെ ഇത്രയും തേമാനം ഉള്ളതുകൊണ്ട് അത് മാറ്റിയിടാം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ്സ് വരും കേട്ടോ. മീറ്റർ കേബിൾ തിരിക്കുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. പരമാവധി ഓർഡറെ പൊട്ടിയിട്ട് മാറ്റിയാൽ മതി. ഓക്കെ. പിന്നെ ഈ മൺകാടുമ്പോൾ പറഞ്ഞത് ഈ ഒരു കേബിൾ ഗൈഡിൻ്റെ അവിടുത്തെ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ വേറൊരു കംപ്ലയിൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റാണ്. ബ്രേക്ക് കേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു കേബിളിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. ആ കേബിളാണ് കംപ്ലയിൻറ്റ് വന്നതാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും കുഴപ്പമില്ല. അപ്പോൾ ആ കേബിളൊന്നും മാറ്റിയിടണം. കാരണം അതല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണ സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് ജാം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് റിസ്ക് എടുക്കാതിരിക്കണം നല്ലത്. അപ്പോൾ ആ കേബിളും മാറ്റി റീസെറ്റ് ആകാൻ മതി. പിന്നെ നമുക്ക് ഫ്രണ്ട് വീലിൻ്റെയും ബാക്ക് വീലിൻ്റെയും ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്തു. വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2025 ബാറ്ററിയാണ് കേട്ടോ. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 10.20. അപ്പോൾ നിലവിൽ വേറെ ബാറ്ററിയുടെ ഭാഗത്തൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ തൽക്കാലം മാറില്ല. അതിവിടെയൊക്കെ ചെറിയ തുരുമ്പിൻ്റേതായിട്ടുള്ള ഇത് കാണാം. അപ്പോൾ നിലവിൽ എമർജൻസി ആയിട്ട് നമുക്ക് മാറ്റേണ്ടത് ഈ വന്ന കേബിളാണ്. ഈ കേബിളാണ് ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ. ഇതിൽ ടാങ്കിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റാം. എഞ്ചിൻ ഓയിൽ മാറ്റാം. സ്പീഡോമീറ്ററിൻ്റെ ക്രൗണ് പിന്നിയൻ മാറ്റാം. പിന്നെ പറഞ്ഞിരിക്കുന്നവർക്ക് പറയുമ്പോൾ ജനറൽ സർവീസ് ഉണ്ടല്ലോ. ജനറൽ സർവീസും വാട്ടർ സർവീസും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.